എന്ത് ഭംഗിയായിട്ടാ അമ്മ ഈ ചീരയൊക്കെ വളർന്നിരിക്കുന്നത്. ഇതുപോലെ എന്റെ വീട്ടിൽ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റുന്നേ? അപ്പൊ തന്നെ ഇനി നമ്മുടെ വീട്ടു പരിസരത്തും വളപ്പിലും ഒക്കെ നമ്മുടെ ചീര ഇനി തഴച്ചു വളരും. അതിനുള്ള അടിപൊളി ഒരു മരുന്നാണ് എന്റെ കയ്യിരിക്കുന്നത്. അപ്പൊ ദാണ്ട അമ്മ അത് സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഓ ശരി ശരി ശരി. വിശ്വാസം വരുന്നില്ല, ഞാൻ കഴിച്ചു കാണിച്ചതാ. ഓക്കെ, ചേച്ചി അത് കഴിച്ചു കാണിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല, അഗ്രികൾച്ചർ പർപ്പസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ കൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഇതൊന്ന് ജസ്റ്റ് കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. എടാ ചേട്ടാ, എന്റെ കയ്യിൽ നീ ഗുളിയുണ്ടോ? ഇത് മാത്രം മതി. ഇതേ നോക്കിയാ ഇതുപോലെ അടിപൊളിയായിട്ട് ചീരയൊക്കെ തഴച്ച് വളർന്ന് നിൽക്കാനായിട്ടുണ്ടല്ലോ. ഇത് മാത്രം മതി. ഇതാണ്ട് ഈ അമ്മ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, ഇല്ലേ അമ്മ? ഓക്കെ, പറഞ്ഞുതരും. ഓക്കെ, നമുക്ക് ഇത് ചീര നട്ടിരിക്കുന്ന നിങ്ങളുണ്ടോ, ഇതുപോലെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ അമ്മയ്ക്കുണ്ട്. ഇതുപോലെ ചെറിയ പൊടിക്കൈകൾ ചെയ്തിട്ടാണ് അമ്മ ഈ അടിപൊളി കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അമ്മയടുത്ത് ചോദിക്കാം എന്നെ ഈ ചെയ്തേക്കുന്നത്. അടുത്ത നമ്മൾ എങ്ങോട്ടാ പോന്നേ? ഇത് മാത്രല്ല, ഇത് വേറെയും കൊറേ ഉണ്ട് കാണാൻ. കൊറേ ചീരയുടെ തന്നെ ഉണ്ടോ? ചീരയുണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണോ? കാണാൻ പോകുന്നത്. അപ്പൊ മുമ്പേ കണ്ടത് മാത്രല്ല, കുറെ ചീരയുടെ കൃഷികൾ നട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ, നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇത് നോക്കിയേ, അത്രയും ഭാഗത്തെല്ലാം ചീര തന്നെ നട്ടിരിക്കുക. ഇതിന്റെ സീക്രട്ട് എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാവേ. അമ്മ, എന്ത് ഭംഗിയായിട്ടാ അമ്മ ഈ ചീരയൊക്കെ വളർന്നിരിക്കുന്നത്. ഇതുപോലെ എന്റെ വീട്ടിൽ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റുന്നേ? ഇത് അടിപൊളിയായിട്ട് ഇത് എങ്ങനെയാ ചെയ്തെടുത്തിരിക്കുന്നത്? ചെയ്യാൻ പറ്റും, ഒരു സീക്രട്ട് ഉണ്ട്. അന്ന് പറയോ? അപ്പൊ നമുക്ക് ആ സീക്രട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോവാണേ. പറഞ്ഞാ എന്താ ചെയ്യുന്നേ? ഇത് ഹോമിയോ SBCന്റെ ഹോമിയോ ഗുളിക 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം ഇട്ട് കലക്കി തെളിച്ചാൽ മതി. കലക്കി വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഓ ശരി ശരി ശരി. അപ്പോഴേ അമ്മ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് കുഞ്ഞു കുഞ്ഞു ഗുളിക പോലത്തെ സാധനമാണ്. ഇതിന് എന്താ അമ്മ പറയുന്നത്? ഹോമിയോ ഗുളിക അല്ലേ? ഹോമിയോ ഗുളികയാണ്. അമ്മ ഇത് കൈകൊണ്ട് തൊട്ടാ വിഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ല, നമുക്ക് കൈകൊണ്ട് തൊടാം. കുഞ്ഞു പിള്ളേർക്ക് വരെ തൊടാം. ഒരു കുഴപ്പമില്ല, കൈകൊണ്ട് വരെ തൊടാൻ പറ്റുന്ന രീതിയിൽ അടിപൊളിയാണ് അമ്മ. അപ്പൊ ഇത് എന്താ നമ്മൾ ചെയ്ത? 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുകയാണ് ചെയ്തത് അല്ലേ? അതായത് ഇത് എത്ര വേണ്ട അളവ് എത്രയായിരുന്നു? 1 ഗ്രാം 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് കാണാം, ഒന്ന് കണ്ടാലോ? അപ്പൊ ദണ്ട അമ്മ അത് സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ ഇത് കലക്കുന്ന നേരം കൊണ്ട് നമുക്ക് അമ്മയുടെ മോളെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചി ഇവിടെ തന്നെ നിപ്പോണ്ട്. ചേച്ചി പേരെന്തുവായിരുന്നു? എന്റെ പേര് ജിൽന എന്നാണ്. ജിൽന ചേച്ചിയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. ചേച്ചി, ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നേ, അവിടെ എന്താ വിളവെടുപ്പ് കഴിഞ്ഞതാണോ? വിളവെടുപ്പ് കഴിഞ്ഞതാണ് ആ ഭാഗം. ഇവിടെ ഇനി വിളവെടുക്കണത്രേ. നമ്മുടെ ഈ ഒരു ഹോമിയോയുടെ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല ഗ്രോത്ത് നല്ല അടിപൊളിയായിട്ട്. പിന്നെ ചീരക്ക് പ്രധാനമായിട്ട് ഇലപ്പുള്ളി രോഗങ്ങൾ വേഗം വരുന്നത്. ഇതുപോലെ കണ്ടോ, ചെറിയ ഇങ്ങനെ വരുന്നുണ്ടോ? ഇപ്പൊ ഹോമിയോ അടിക്കുന്നോണ്ട് കണ്ടോ, ഇതിനൊന്നും അങ്ങനെ ഇല്ല കണ്ടോ, അത് വരില്ല. നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റും. അപ്പൊ അതാണ്ട് അടിപൊളിയായിട്ട് ചീര എല്ലാം വളർന്നു നിൽക്കുകയാണ്. പക്ഷെ എനിക്കൊരു ഡൗട്ട് പിന്നെ ഉണ്ട് ചേച്ചി. എന്താന്ന് വെച്ചാൽ ആ സാധനം ഞാൻ കൈകൊണ്ട് തൊട്ടില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വരും? കാരണം ഇത്ര അടിപൊളിയായിട്ട് തഴച്ചു വളർന്നു. ഒരു പ്രശ്നമില്ല, ഞാൻ വേണമെങ്കിൽ കഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. യാതൊരു പ്രശ്നമില്ല. ഒരു കെമിക്കൽ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് SBCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയുന്നത്. വിശ്വാസം വരുന്നില്ല, ഞാൻ കഴിച്ച് കാണിച്ചതാ. ഓക്കെ, ചേച്ചി അത് കഴിച്ച് കാണിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇത് കഴിക്കാൻ പറ്റില്ല, അഗ്രികൾച്ചർ പർപ്പസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ കൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഇതൊന്ന് ജസ്റ്റ് കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. ഇല്ല. ഇതാ നോക്കിയാ. അപ്പൊ ആ ചേച്ചി അത് കഴിച്ച് കാണിച്ചിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ധൈര്യമായിട്ട് വീടുകളിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു ഹോമിയോ പ്രോഡക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇത് എടുത്ത് കഴിക്കരുത്, ഇത് അഗ്രികൾച്ചർ പർപ്പസ് ആണ്. പക്ഷെ കഴിക്കുന്നുണ്ടോ അല്ലെ നമ്മുടെ കയ്യിൽ തൊടുന്നുണ്ടോ, ഇത് അളിച്ചത് കൊണ്ടോ ഒരു കുഴപ്പമില്ല. അറിയാതെ കുട്ടികളോ മറ്റോ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം കുടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ ഇനി നമ്മുടെ വീട്ടു പരിസരത്തും വളപ്പിലും ഒക്കെ നമ്മുടെ ചീര ഇനി തഴച്ചു വളരും. അതിനുള്ള അടിപൊളി ഒരു മരുന്നാണ് എന്റെ കയ്യിരിക്കുന്നത്. ചേച്ചി, ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇതിന്റെ പേര് SBCയുടെ ഹോമിയോ അഗ്രോ കെയർ എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അമ്മയോട് ചോദിക്കാവേ. അമ്മ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവേ. അപ്പൊ താണ്ട് അമ്മ ഇതിന് എങ്ങനെയാണ് ഈ ഒരു മരുന്ന് അടിക്കുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാ അമ്മ ചെയ്യാം? അടിഭാഗത്ത് ജസ്റ്റ് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. ഓ ശരി. ഇലയുടെ അടിഭാഗത്തായിട്ടാണ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ഇത് എങ്ങനെ, ഏത് അളവിലായിരുന്നു അമ്മ ഈ ചെടിക്ക് അടിക്കേണ്ടത്? ഇത് 3-ൽ 1 ഭാഗം. 1 ലിറ്ററിൽ പിന്നെ 1 ഗ്രാം 1 ലിറ്ററിൽ 1 ഗ്രാം ഹോമിയോ ഗുളിക. അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചെടിയുടെ അടിഭാഗത്തായിട്ട്, അതായത് മണ്ടയ്ക്കല ഇലയുടെ അടിഭാഗത്തായിട്ടാണ് ഈ ഒരു മരുന്ന് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, നമ്മളിത് എത്ര ദിവസം കൂടി ഇരിക്കുമ്പോഴാണ് അമ്മ ചെയ്യുന്നേ? 7 ദിവസത്തിലൊരിക്കൽ. 7 ദിവസത്തിലൊരിക്കൽ. ഓക്കെ ഓക്കെ. അപ്പൊ 7 ദിവസത്തിലൊരിക്കൽ മാത്രം നമ്മൾ ഈ ഒരു മരുന്ന് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇതെങ്ങനെയാ അപ്പം വിളവെടുക്കാൻ ടൈം ആവുന്നേ? 4 ദിവസം കൂടുമ്പോൾ വിളവെടുക്കാം. 4 ദിവസം കൂടുമ്പോൾ ഇതിന് വിളവെടുക്കാം നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മരുന്ന് ചെയ്യുന്നതുകൊണ്ട് പുഴു അങ്ങനത്തെ ഇലയ്ക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല, നമുക്ക് അറിയാണ്ട് പറ്റിയല്ലേ? നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴേ എന്തായാലും ഒരു 10 പേരെങ്കിലും ചീരകൃഷി തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അയ്യോ ചേച്ചി ഇവിടെ. ഓക്കെ. അപ്പൊ ചേച്ചി, അവർക്ക് ഇത് എങ്ങനെയായിരിക്കും വാങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇത്, എങ്ങനെ അവർക്ക് അത് സ്വന്തമാക്കാൻ പറ്റും? അതിൽ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. അതിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ കൂടെ കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ വഴി കിട്ടും. അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇവരുടെ നമ്പർ വെക്കുന്നതായിരിക്കും. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ അടിപൊളി സുന്ദരമായിട്ടുള്ള ചീര ഇനി നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് നട്ട് വളർത്താവേ. നല്ല വരുമാന മാർഗം കൂടിയാണ് കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ നല്ല വരുമാന മാർഗം. അത്ര വലിയൊരു ചെലവൊന്നുമില്ല ചീരക്ക്. നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഹോമി അഗ്രോ കെയർ ജസ്റ്റ് ഒന്ന് മിസ്റ്റ് സ്പ്രേ 3-1 ഭാഗത്ത് സ്പ്രേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ കണ്ടോ, തണ്ടൊക്കെ നല്ല വലിപ്പില്ലേ, നല്ല രീതിയിൽ ചീര നന്നായിട്ട് തഴച്ചു വരും. നമ്മൾ മുറിക്കുക, സ്വന്തമായിട്ട് കഴിക്കുക. നല്ല താല്പര്യമില്ല, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് സന്തോഷമായിട്ട് കാണുന്നവർക്ക് നിങ്ങളുടെ വീട്ടു വളപ്പിലൊക്കെ ചെയ്ത് അടിപൊളി സെറ്റ് ആക്കാൻ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ. ചീര വലിയ അധ്വാനമൊന്നും ഇല്ല. നമ്മൾ ചീര പാകുന്നു, അതിനനുസരിച്ചിട്ട് കുറച്ച് അടിവളം കൊടുക്കുന്നു, അതിനനുസരിച്ച് പിന്നെ ഹോമിയോ അഗ്രോ കെയർ. വേറെ കാര്യമായിട്ട് രോഗങ്ങളൊന്നും വരില്ല. ഇലപ്പുള്ളി രോഗമാണ് മെയിനായിട്ട് വരിക. നമ്മുടെ ഈ ഒരു ഹോമിയോ കൊടുക്കുന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അതുപോലെ തന്നെ വേനലിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ കഴിയും ഈ ഒരു ഹോമിയോ കൊടുത്തു കഴിഞ്ഞാൽ. ഈ ചീര കണ്ടു ഇപ്പൊ നല്ല വെയിലുണ്ടായിട്ടും ആ ഒരു ഫ്രഷ്നെസ് തന്നെ നിൽക്കുന്നത് ഈ ഹോമിയോ കൊടുക്കുന്നതുകൊണ്ടാണ്.